ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അവിടെ വെച്ച് മഹിയൻ ചേട്ടനെ കണ്ടെന്ന്. ഞാൻ അവളെ ഫോളോ ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് മിസ്സായി. ഞാൻ കുറച്ചുകൂടെ മുന്നിലേക്ക് ചെന്നപ്പോ അവിടുത്തെ കാറ് മുന്നേ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അതില് ജയേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറെ നേരമായിട്ട് ഞാൻ ഓരോന്ന് പറയുന്നു, ഇത്ര ആലോചിക്കാതിരിക്കുന്നു. എന്റെ മോള് സ്നേഹത്തോടുത്ത ആ മോതിരത്തിന് ഒരു വിലയും അവൻ കൽപ്പിച്ചിട്ടില്ല. ഓഫീസ് വെച്ച് മറന്നുപോലും, വെറുതെയാ. അവൻ അത് എവിടെയോ കൊണ്ട് കളഞ്ഞു. അനസൂയ അർജുനൊരു മോതിരം കൊടുത്തതും അവനത് വാങ്ങിയതും ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. നീ ഒന്നും അറിയുന്നില്ല. അറിയാവുന്നൊക്കെ നീ ഇപ്പൊ മറന്നും പോയി. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കുന്ന എല്ലാവർക്കും നല്ലത്. ഒരു മോതിരത്തിന് വേണ്ടി ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. അതെ, വെറൊരു മോതിരം മാത്രമല്ല, എന്റെ മോളുടെ മനസ്സും കൂടിയാ. അതാ അവൻ വലിച്ചെറിഞ്ഞത്. അവൾക്ക് അവൻ എന്തുമാത്രം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ എനിക്ക് ഇത്രയും ദണ്ണം. ഞാൻ പറഞ്ഞില്ലേ ഭദ്രേട്ട, ഈ മോതിരത്തിന്റെയൊക്കെ കാര്യം ഞാൻ ഇപ്പോഴാ അറിയുന്നത്. ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഇതിനൊക്കെ ഞാൻ മറുപടി പറയാം. ഇവിടുന്ന് ഇന്ന് തലനാരിഴിക്കാൻ ഞാൻ രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ടെന്ന് ഉറപ്പ് പറയാനും വയ്യ. ഞാൻ ഇവിടുത്തെ കാറിലാ കയറി വന്നേന്ന് നരേന്ദ്രൻ കണ്ടുവെന്ന് സംശയമുണ്ട്. കണ്ട് കാണില്ല എങ്കിൽ ഇതിനോടകം തന്നെ അയാൾ ഇവിടെ എത്തിക്കാണും. ഏത് നിമിഷവും പിടിക്കപ്പെടുന്ന അവസ്ഥയിലായിപ്പോ. അങ്ങനെ പിടിക്കപ്പെട്ട നമ്മളെ സ്നേഹിക്കുന്ന ചിലരെങ്കിലും ഈ വീട്ടിലുണ്ട്. രമ മാഡത്തിന് മുമ്പിൽ അവര് കുറ്റക്കാരാവും. നമ്മുടെ പ്രശ്നങ്ങള് മറ്റൊരാളുടേത് കൂടി ആവണ്ട. എവിടേക്കെങ്കിലും പോവാം. എങ്ങോട്ടെന്നില്ലാതെ രായ്ക്ക് രാമാന് നമ്മൾ ഇറങ്ങി തിരിച്ചപ്പോ രക്ഷകനെ പോലെ ഇവിടുത്തെ ഡ്രൈവർ മഹി വന്നില്ലേ? ഇന്നും അതേപോലെ സാറും മഹിയും രക്ഷയ്ക്കെത്തി. എപ്പോഴും അതുണ്ടാവില്ലല്ലോ. എന്തായാലും നമ്മൾ ഒരു ദിവസം പിടിക്കപ്പെടും. അതിപ്പോ വേണ്ട. ചെയ്യാത്ത കുറ്റത്തിനാ നമ്മളിപ്പോ പേടിച്ച് ജീവിക്കുന്നെ. തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും കൊലപാതകം എന്തിനായിരുന്നുവെന്നും ആരാണ് അതിന് പിന്നിലെന്നും കണ്ടുപിടിച്ചാലേ നമ്മുടെ ഈ പേടി മാറ്റാനാവും. അത് കണ്ടുപിടിക്കും ഞാൻ. എനിക്കറിയണം സത്യം. എന്റെ കുടുംബത്തെ തകർത്തത് ആരായാലും അവരോടുള്ള പ്രതികാരം എന്റേതാ, എന്റേത് മാത്രം. രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ച ചേച്ചി എല്ലാം ആസൂത്രണം ചെയ്തത്. എന്നിട്ട് ഒറ്റകൾ രക്ഷപ്പെട്ടു. ഇനി എന്ത് ചെയ്യും? ഇനി നീ ചെയ്യാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. നീ ആദ്യം നിന്റെ മൂക്കിന്റെ താഴെ സ്റ്റൈലിൽ വെച്ചിട്ടുള്ള ആ പൂട എങ്ങോട്ട് എടുത്ത് കളഞ്ഞേക്ക്. നിന്റെ ഈ ധൈര്യത്തിനും കാര്യപ്രാപ്തിക്കും നിനക്ക് ചേരില്ല അത്.
50 വയസ്സിന് മേലെ പ്രായമായിട്ടുള്ള ഒരു കിഴവൻ, 44 വയസ്സുള്ള ഒരു സ്ത്രീ, 21 വയസ്സ് മാത്രമുള്ള ഒരു സാധാരണ പെൺകുട്ടി. ഇവരെ പിടിക്കാൻ നീയും നിന്റെ കുറെ കിങ്കരന്മാരും ഒരു വടിയോ കല്ലോ എടുത്തിട്ട് അയാളുടെ മണ്ടയ്ക്കൊന്ന് കൊടുത്തിട്ട് അവളെയും കൊണ്ട് വരാനുള്ളതിന് ചേസിങ്ങും ഫൈറ്റും അവസാനം മിസ്സിങ്ങും. വേറെ വല്ലതും പണിക്കും പോടാ. ഞാൻ പറഞ്ഞില്ലേ, അവന്മാരവളെ പിടിച്ചതാ. അവരുടെ വിളി കേട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോ അവന്മാരൊക്കെ തല്ലുകൊണ്ട് കിടക്കുമായിരുന്നു. നിന്റെ സഹായികളെയൊക്കെ അവള് തല്ലിയെന്നാണോ നീ ഇപ്പൊ പറഞ്ഞു വരുന്നത്? ആ കാര്യത്തില് എനിക്ക് സംശയമുണ്ട്. ഒരു നരുന്ത പെണ്ണിന്റെ തല്ലും കൊണ്ട് ബോധം കെടുന്നവരെയും കൊണ്ടാണോടാ നീ ആ മണിമാല സ്വന്തമാക്കാൻ വേണ്ടി ഇറങ്ങിയത്? ആ പെൺകുട്ടിക്ക് അടിക്കാൻ പാകത്തിനായിട്ട് നിന്നുകൊടുത്ത അവന്മാരുടെ ആ കഴിവുകേടിനെ നീ അത്ര വലിയ അവളുടെ ബിൽഡപ്പായിട്ടൊന്നും നീ എന്നോട് പറയണ്ട. ഇത് 2ാമത്തെ തവണയാ കൈയുടെ തുമ്പത്ത് വെച്ച് ആ മണിമാല എനിക്ക് നഷ്ടമാവുന്നത്. രണ്ടിനും കാരണം നീ ഒരുത്തനാണ്. നിന്നിലൂടെ ആണെങ്കിലും ഈ 2 തവണയും പരാജയപ്പെട്ടത് ഞാനാണ്. സാധാരണക്കാരിലും സാധാരണക്കാരായ അവരുടെ മുന്നിൽ ഇനി എനിക്കിങ്ങനെ തോൽക്കാൻ വയ്യാന്നല്ല, എനിക്കിനി താല്പര്യമില്ല. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. ചേച്ചി, ഞാൻ എന്റെ ഒരു സംശയം പറയട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അവിടെ വെച്ച് മഹിയൻ ചേട്ടനെ കണ്ടെന്ന്. ഞാൻ അവളെ ഫോളോ ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് മിസ്സായി. ഞാൻ കുറച്ചുകൂടെ മുന്നിലേക്ക് ചെന്നപ്പോ അവിടുത്തെ കാറ് മുന്നേ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അതില് ജയേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഹി കടയിലെന്തോ പോയെന്നാ പറഞ്ഞേ. ഇനി അവരെങ്ങാണ് അവളെ സഹായിച്ചു കാണും. അല്ല, മഹിക്ക് സഹായിക്കാനുള്ള മനസ്സ് കൂടുതലാണല്ലോ. അവരോട് ആരോടെങ്കിലും ചോദിച്ചാ ഞാനിപ്പൊ പറഞ്ഞതാണ് നടന്നെങ്കിൽ അവളെ എവിടെ ഇറക്കി വിട്ടേന്നറിയാം. പിന്നെ കാര്യങ്ങൾ എളുപ്പമാവും. ചേച്ചി അവരോടൊന്ന് ചോദിച്ചു നോക്കണം. ഞാൻ ചേച്ചിയെ വിളിക്കാം.